സുമി, സുമിത, 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 എന്തായി കാണിക്കുന്നത്? നിക്ക്, ഞാൻ പറയട്ടെ. സുമി, സുമി പ്ലീസ്, കാറുണ്ടല്ലോ, എന്തിനാ ഓട്ടോയിൽ പോകുന്നത്? പറയുന്ന കേക്ക് സുമി. കേട്ടെടുത്തോളം മതി. ഇനിയൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. സ്നേഹവും ഭ്രാന്തും വേർതിരിച്ചറിയാൻ പറ്റാത്തടത്ത് എനിക്കിനി ഒന്നും പറയാൻ ബാക്കിയില്ല. പോഞ്ചേട്ടാ. സുമി, സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ കരയാതെ. ഞാൻ എന്തൊരു പൊട്ടിയാ. എനിക്ക് മാനസികമായിട്ടൊന്നും വലിയ ടെൻഷൻ ഉണ്ടെന്നും മനപ്രയാസം ഉണ്ടെന്നും ഒക്കെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു പോയി. അതാ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ പോയത്. സ്നേഹ, ഗിരിയെ കാത്ത് ഞാൻ ആ വരാന്തയിൽ ഇരുന്നപ്പോ ഞാൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടിയെന്നറിയോ? എന്തൊരു വിഷമിച്ചെന്നറിയോ? എനിക്കെന്തോ മനോരോഗം ഉണ്ടെന്ന് തോന്നാൻ മാത്രം ഞാൻ എന്താ ചെയ്യുന്ന സ്നേഹ? ഈ ഗിരിക്കെന്തോ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്തത്? ഗിരിയെ നമുക്ക് പണ്ടേ അറിയാലോ. എന്നാലും ഇതല്പം കടന്നുപോയി. കൽപ്പൊന്നുമല്ല, ഇത് ഒരുപാട് കടന്നുപോയി. ഒന്നുകിൽ ഗിരി ആരെയും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗിരിയെ തിരിച്ചാരും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു വികാരം തിരിച്ചറിയാതിരിക്കാൻ പറ്റുമോ? നീ കൊടുക്കുന്ന സ്നേഹം ഗിരിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയെങ്കിൽ അതിന്റെ നഷ്ടം ഗിരിക്ക് തന്നെയാന്ന് കൂട്ടിയാ മതി. ഒന്നും നിന്റെ തെറ്റല്ല. സത്യത്തിൽ നിന്നെ മനോരോഗ വിദഗ്ധനെ കാണിക്കാൻ കൊണ്ടുപോയ ഗിരിക്കാണ് ഭ്രാന്ത്. ഇതാദ്യമായിട്ടല്ല ഗിരി കാരണം ഞാൻ സങ്കടപ്പെടുന്നത്. എത്രയോ തവണ ചെറുതും വലുതുമായിട്ടുള്ള പല കാരണങ്ങളിൽ ഗിരിയുടെ പെരുമാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പൊറുക്കുകയും മറക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഗിരി എന്റെ മനസ്സിനേൽപ്പിച്ച മുറിവ് അതത്ര വേഗമൊന്നും ഉണങ്ങില്ല സ്നേഹ. അതൊരിക്കലും എനിക്ക് മറക്കാനും കഴിയില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുമി. നിന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഇന്ന് ഗിരിയുടെ ഭാഗത്തുനിന്നുണ്ടായേ. വരട്ടെ, ഇതിന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. നീ സമാധാനപ്പെട്. ഞാനൊന്ന് അക്കുനെ വിളിക്കട്ടെ. അപ്പൊ ഇന്ന് ഓഫീസിൽ പോകാൻ പരിപാടിയൊന്നും ഇല്ലേ? നല്ല തലവേദന. ഇന്നൊരു ദിവസം ലീവ് എടുത്താലെന്ന് ആലോചിക്കുന്നു. മൂക്കറ്റം കുടിക്കുമ്പോ ഓർക്കണമായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം, എന്താ കിരണിന്റെ ഉദ്ദേശം? പുതിയ ജോലിക്ക് അങ്ങോട്ട് പോയി ചേർന്നതല്ലേ ഉള്ളൂ. ഇതും പഴയതുപോലെ കൊണ്ടുപോയി തൊലയ്ക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? നീ ഇതിന് ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നത്. ഞാനിന്നലെ അങ്ങനെ അധികമൊന്നും കഴിച്ചൊന്നുമില്ല. ഏറിയ 2-3 പെഗ്, അത്രേ ഉള്ളൂ. നിങ്ങൾ ആരോടെ ഈ പറയുന്നത്? ഞാനതാ അത്ര പൊട്ടിയാണെന്ന് വിചാരിച്ചോ? 2 പെഗ് പോലും. ആ ബാറിലെ മദ്യം മുഴുവൻ കുടിച്ചു തീർത്തിട്ടാ നിങ്ങള് പാതിരാത്രി 4 കാലം ഇവിടെ കയറി വന്നത്.
എന്നിട്ടിന്ന് തലവേദന കാരണം ലീവാണ് പോലും. നാണമുണ്ടോ മനുഷ്യർ നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ ജീവിക്കാൻ? ഞാൻ നിങ്ങളെ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ. നിങ്ങൾ നന്നാവുന്നോ ഒരു പ്രതീക്ഷയും എന്റെ മനസ്സിൽ ബാക്കിയില്ല. ആ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ കുടിക്കോ കൂത്താടോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അത് കഴിഞ്ഞ് രാത്രി സുമിതയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്ന ഏർപ്പാട് ഇതോടെ നിർത്തിക്കോണം. സുമിതയെ വിളിച്ചെന്നോ? ആര്? ഞാനൊന്നും വിളിച്ചിട്ടില്ല. നീ ചുമ്മാ അനാവശ്യം പറയല്ലേ. വെറുതെ നുണ പറയണ്ട കിരൺ. നിങ്ങളുടെ കള്ള് തലേ കയറിയപ്പോ പാതിരാത്രി നിങ്ങൾ അവളെ വിളിച്ചു, അവളോട് സംസാരിക്കാനും ശ്രമിച്ചു. നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അവള് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഇത് നടന്ന കാര്യമല്ലേ? ഓഹോ, അപ്പോഴേക്കും അവള് കൂട്ടുകാരെ വിളിച്ചെല്ലാം അങ്ങ് വിളമ്പി അല്ലേ? അവൾ എന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ നീ അങ്ങനെ ഇതെല്ലാം അറിഞ്ഞു? ഇന്നലെ രാത്രി എന്തൊക്കെ സംഭവിച്ചുവെന്ന് വള്ളി പുള്ളി തെറ്റാതെ വേറെ ആരും അല്ല പറഞ്ഞത്, കിരണ. ഞാനോ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നീ വെറുതെ കഥ മെന്നെ നിക്കില്ല യേശു. കിരൺ എന്താ ഇത്? എണീറ്റ്. എണീക്ക്. നിന്റെ കൂട്ടുകാരോട് പറഞ്ഞല്ലേ എന്നോട് കളിക്കണത്? ഞാനൊന്ന് ഫോൺ വിളിച്ചപ്പോ അവള് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അഹങ്കാരി. എന്തുവാ നിങ്ങൾ ഈ പറയുന്നേ? കട്ട് ചെയ്ത്. കിരൺ അവളെ വിളിച്ചു. എപ്പോ? പതിയെ. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അയച്ചു അവള് ചെയ്തത് മോശമായി പോയി, വളരെ മോശം. എന്ത് മോശം? ഏതാ സുമി? വയറ്റി കിടക്കുന്ന കള്ളിന്റെ ബലത്തിലാ ഭർത്താവിനോടൊപ്പം കഴിയുന്ന സുമിതയെ നിങ്ങൾ പാതിരാത്രി വിളിച്ചത്. എന്റെ ജീവിതവും നശിപ്പിച്ചു. ഇനി നിങ്ങൾ കാരണം അവളുടെ ജീവിതം കൂടി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേലിൽ നിങ്ങൾ സുമിതയെ വിളിച്ച് ശല്യപ്പെടുത്തിയെന്ന് ഞാൻ അറിയാലോ എന്റെ സ്വഭാവം, ഓർത്തോ? ഇന്നലെ ഇച്ചിരി ഓവറായിപ്പോയി, അതാ പറ്റി. എന്നാലും ഗിരി, നീ ഇത്രയ്ക്ക് അധപതിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ മനോരോഗി നീയാ. നിനക്ക് മരുന്നിലാടാ, ഷോക്ക് ട്രീറ്റ്മെന്റാ വേണ്ടത്. എന്താണെങ്കിലും ആദ്യം നീ ഒന്ന് സമാധാനപ്പെടും. എന്നിട്ട് എന്താന്ന് വെച്ചാ വ്യക്തമായിട്ട് പറ. എടാ, 10 പൈസ വിവരം ഉണ്ടെങ്കിലേ നീ സുമിതയും കൊണ്ട് സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോവോ? മോശമായി പോയി, വളരെയധികം മോശമായി പോയി. ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ മാത്രം ഒന്നും നടന്നിട്ടില്ല. സുമിതയ്ക്ക് എന്തോ ചെറിയ മാനസിക പ്രശ്നമുണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നി. ആ കാര്യം നിന്നോടും സ്നേഹയോടും ആണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആരും അതിനൊരു പുല്ല് വില പോലും കൽപ്പിച്ചോ? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ലോകത്തേതൊരാളും ന്യായമായും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. എന്ത്? സ്വന്തം ഭാര്യയെ ഭ്രാന്തിയായി ചിത്രീകരിച്ചതോ? എടാ, ചെറിയ ചെറിയ സൈക്കോളജിക്കൽ ഇഷ്യൂ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും നിനക്കും എല്ലാം. അതിന് ചികിത്സ തേടുക എന്ന് പറയുന്നതേ ലോകത്താരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല. ആയിരിക്കാം. എടാ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത സുമിതയ്ക്ക് അത് വലിയ ഷോക്ക് തന്നെയായിരുന്നു. എടാ ആകാശേ, അതിനാണ് മാനസിക പ്രശ്നം എന്ന് പറയുന്നത്. അതുള്ളവരൊരിക്കലും അത് സമ്മതിക്കുകയില്ല. ഒന്നും അവർക്ക് മനസ്സിലാവില്ല. എനിക്കുണ്ടല്ലോ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. അവന്റെ ഒരു മാനസിക പ്രശ്നം. എടാ, ജീവിതത്തിലെ വലിയൊരു തെറ്റുപറ്റി പോയതേ എനിക്കാ. നിന്നെ പോലെ ഒരു തിരുമണനെ പിടിച്ച് പെണ്ണെട്ടിച്ചല്ലോ, അതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. എടാ, നീയൊന്നും ഒരിക്കലേ ജീവിതത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. എടാ, ദാമ്പത്തിക ബന്ധത്തിന്റെ വില അറിയാനേ
ഇനി നിനക്ക് ഒരുപാട് കാലെടുക്കും. എടാ ഈ പ്രാക്കൊക്കെ ഉണ്ടല്ലോ, നീ എവിടെ കൊണ്ടായി കഴുകിക്കളയുന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മറ്റേ ഒരു അമ്മേ, അമ്മേ, അച്ഛാ, നന്ദു. എന്താ? എന്താടാ? ആ അച്ഛാ, ആ ആ എല്ലാരും വന്നില്ലേ? ഒരു വിശേഷം പറയാനുണ്ട്. നേരാണോ മോളെ? എന്റെ അമ്മേ, ഇതൊന്നുമല്ല. സനുവിന്റെ കരിയറില് വലിയൊരു ടേണിംഗ് പോയിന്റ് വന്നിരിക്കുക. അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു കേക്ക് മേടിച്ചതേ ഉള്ളൂ. ഇത്രയും നാളും ഫാഷൻ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ഡിസൈനർമാരിൽ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇനി ഞാൻ അറിയപ്പെടുന്ന ഒരു മോഡൽ ആവാൻ പോവുക അല്ല ശ്രീ? സനു ഒരു പരസ്യത്തിൽ അഭിനയിച്ചമ്മേ. അത് നേഷൻ വൈഡ് റിലീസ് ആയിരിക്കും. അതെ, ഈ സന്തോഷത്തിന് അച്ഛൻ തന്നെ കേക്ക് കട്ട് ചെയ്യണം. വാ അച്ഛാ. വേണ്ട മോനെ, സാനിയ തന്നെ കട്ട് ചെയ്യട്ടെ. പേപ്പറിലും ടിവിയിലും ഒക്കെ ഇനി സനുവിന്റെ മുഖമായിരിക്കും അല്ലേ മോനെ? അതെ അതെ. ശരി, നന്നായി വരട്ടെ. ദാ ഐശ്വര്യമായിട്ട് കേക്ക് മുറിക്കേ. മതി മോനെ, മതി. എടുക്ക്. ഈ കേക്ക് കഴിക്ക്. ഇത് കഴിക്കുന്നുണ്ടോ? ഉണ്ടായിട്ടില്ല ഞാൻ. എവിടെ പോവാ? അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എന്ത് ഡയറ്റ് ആണെങ്കിലും ഇവളുടെ അഭിമാന നേട്ടത്തിന്റെ പേരിൽ ഒരു കഷ്ണം കേക്ക് കഴിച്ചേ പറ്റൂ. ആ വാ പറഞ്ഞേ. ആ തുറക്കടി. സുമി, സുമി, സുമിക്ക് എന്നോട് സുമി, ഒരിക്കലും സുമി വിചാരിക്കുന്ന ഒരർത്ഥത്തിലല്ല ഞാൻ തന്നോട്. അല്ല, സുമി ഇന്ന് നേരത്തെ ഉറങ്ങാൻ പോവാണോ? ഇന്ന് ഡയറി എഴുതുന്നില്ലേ? അല്ല, ഉറങ്ങുന്നതിന് മുമ്പ് അതൊരു പതിവാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ ഡയറിയെ എന്റെ മനസ്സാകിരി. ഇന്നിവിടെ ഒരു ശൂന്യത മാത്ര. സുമി, ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണുന്ന ഇന്നത്തെ കാലത്ത് മോശപ്പെട്ട പരിപാടിയൊന്നും അല്ല.
ആ വിഷയത്തെ നിങ്ങളൊക്കെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടാ പ്രശ്നം. സുമി, നീ എന്നെ ഇങ്ങനെ ഒരു ശത്രുവിനെ പോലെ കാണല്ലേ. ഐ വാസ് ട്രൈങ് ടു ഹെൽപ്പ്. സുമി, പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ. പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഭ്രാന്തായിട്ട് ചിത്രീകരിക്കപ്പെടുന്നിടത്തെ പിന്നൊന്നും പറയാനേ തോന്നില്ല ഗിരി. സുമി ആകെ കടുപ്പത്തിലാണല്ലോ. എങ്ങനെയാ ഇനി ഇതൊന്ന് ശരിയാക്കി എടുക്കുക? എന്തായാലും നിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഫലം കണ്ടു. ആ കിരൺ ഇത്രയും വലിയൊരു തുറുപ്പ് ചീട്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സുമിതയോട് എനിക്ക് അത്രയ്ക്ക് പകയുണ്ടെങ്കിലേ. എന്റെ മാനം കപ്പല് കയറ്റിയവളവള്. അങ്ങനെ ഒരുത്തി അത്ര എളുപ്പം വെറുതെ ഇവിടെ എനിക്ക് പറ്റുമോ? ആ എന്താണ് രണ്ടും കൂടി അടുത്ത പുകലൊപ്പിക്കാനുള്ള പരിപാടിയാണോ? മാലമോഷണത്തിന്റെ കാര്യം ഗിരിയുടെ മനസ്സിൽ നിന്നേ ഇപ്പോഴും പോയിട്ടില്ല, പറഞ്ഞേക്കാം. അതൊക്കെ പഴയ കഥയല്ലേ ചേച്ചി. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നല്ലേ പ്രമാണം. ഇത് പുതിയ കേസാ, നല്ല ചൂടൻ സാധനം. ചൂടായാലും തണുപ്പായാലും ഇനി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ട് മതി. പണ്ടത്തെ പോലെ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പറ്റില്ല. അമ്മേ, ഇതങ്ങനെ അപകടം പിടിച്ച കേസ് കിട്ടൊന്നുമല്ല. 100% ജെനുവിനാ. ആദ്യം എന്താണ് കേസ് കിട്ടുന്ന കേക്കട്ടെ, എന്നിട്ട് പറയാം. സുമിതയെ പൂട്ടാനുള്ള ഒരു ഉഗ്രൻ കെണി വന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ കിരണും സുമിതയും തമ്മിലുള്ള ബന്ധം അത്ര നിസ്സാരമായിരുന്നു എന്ന് തോന്നുന്നില്ല. അവൾ അത്രയ്ക്ക് ശീലാവതിയൊന്നും അല്ലെന്ന് ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി അത് ഗിരിയേട്ടനെ കൂടി ബോധ്യപ്പെടുത്തണം. ഒക്കെ സമ്മതിച്ചു. ഈ കിട്ടിയിരിക്കുന്നതേ അവൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു ആയുധവുമാണ്. പക്ഷേ നാളെ ഇതിന്റെ പേരിൽ ഗിരി അവളെ ഉപേക്ഷിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഗിരി കല്യാണം കഴിക്കുന്ന പെണ്ണ് നമ്മുടെ വഴിക്ക് വരുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? ആ പ്രശ്നം മറികടക്കാനല്ലേ നമ്മൾ ഇവളെ കൊണ്ടുവന്ന് അവന്റെ തലയിൽ കെട്ടിവെച്ചത്. സുമിത നമ്മുടെ വരുതിയിൽ നിൽക്കുമെന്ന് കരുതിയല്ലേ ഈ കല്യാണം നടത്തിയത്. എന്നിട്ടിപ്പോ എന്തായി? അവളും വേലി ചാടി തുടങ്ങിയില്ലേ? ചേച്ചി പറയുന്നതിന് കമാന്നൊരക്ഷരം മറുത്തു പറയാതെ അനുസരിക്കുകയും ചേച്ചിയുടെ മുമ്പിൽ പഞ്ചഭുജം അടക്കി നിൽക്കുന്ന ഒരു പെണ്ണാക്കി സുമിതയെ നമുക്ക് മാറ്റണം. എന്നാ ഗിരി ഒരിക്കലും അവളോട് മനസ്സുകൊണ്ട് അടുക്കാനും പാടില്ല. ആ കിരൺ എന്ന മരുന്നിനെ നമ്മൾ ആ ഡോസിലേ ഇഞ്ചക്ട് ചെയ്യാവൂ. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ അവനെ എത്തിച്ചിട്ടുണ്ട്. ഇനി കുട്ടിക്കുരങ്ങനെ കൊണ്ട് ഞങ്ങളെ ചുടുചോറ് വാരിപ്പിക്കാൻ പോവാ. വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അമ്പി, ഇവന്റെ എടുത്തുചാട്ടം നിനക്കറിയാലോ. മാലക്കേസ് പോലെ ആവരുത്. അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കണ്ട. ഇത് ഞാനും ഇവനും കൂടെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്തോളാം. അമ്മ നോക്കിക്കോ, ഗിരിയേട്ടനും സുമിതയും മാനസികമായിട്ട് അകലും. രണ്ടും രണ്ട് പാത്രങ്ങളിലാവും. അതിന് അധിക നാൾ വേണ്ടി വരില്ല.